അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സാർ സബക്ക് 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വൈൻ ഖാഫ മിൻ ജുറഹിൻ, ഒരാൾ മുറിവിനെ തൊട്ട് പേടിച്ചാൽ, ഒരു മുറിവിനെ തൊട്ട് പേടിച്ചു. വലാ സാത്തിർ അലൈഹി, ഏത് സ്ഥിതിയിൽ അതിൻ്റെ മേൽ മറയുമില്ല, ഒരു പ്ലാസ്റ്ററോ ബാൻഡേജോ അഥവാ മുറി കെട്ടിയിട്ടില്ല എന്ന്, പച്ചക്ക് മുറിയുണ്ട്. എന്നാൽ വസല സ്വഹിയ മിൻ ബദനിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന് നല്ല സ്ഥലത്തെ സ്വഹിയായ ഭാഗത്ത് അവന് കഴുകണം. ബി അഖ്സൽ മുംകിനി, സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റം പരമാവധി എന്ത് ചെയ്യണം, കഴുകണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാലിൻ്റെ തള്ളവിരലിനൊരു മുറിവുണ്ട് എന്നെന്ത് ചെയ്യണം, ആ മുറി വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, അവൻ സ്വഹിയ ഭാഗത്തെ അവൻ കഴുകണം. നോക്കുമ്പോൾ ഫല എത്തുറുക്കു, അവൻ ഉപേക്ഷിക്കരുത്, ഒഴിച്ചു വിടരുത്, ഇല്ലാമ, ഒരു സ്ഥലമല്ലാതെ. ലോ അസലഹു, അതിനവൻ കഴുകുകയാണെങ്കിൽ തഅദ്ദൽ മാവു, വെള്ളം വിട്ടുകടക്കും ഇലൽ ജുറഹി, മുറിവിലേക്ക്. അങ്ങനത്തെ ഒരു സ്ഥലമല്ലാതെ അവൻ ഒഴിച്ചിടരുത്, ഉപേക്ഷിക്കരുത്. ഇപ്പോൾ കാലിൻ്റെ തള്ളവിരലിന് മുറിവുണ്ടെങ്കിൽ ആ മുറിവും അതിന് ചുറ്റുഭാഗത്തുള്ള സ്ഥലം ഒഴിച്ചു വിടാം. അതല്ലാത്ത മറ്റു സ്വഹിയായ ഭാഗത്ത് മുഴുവൻ അവൻ കഴുകണം. എന്നാൽ ഈ ഒഴിച്ചു വിട്ട സ്ഥലത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടേ, തയമ്മമു, അവൻ തയമ്മം ചെയ്യണം ഇലൽ ജുറഹി, മുറിവിക്ക് വേണ്ടി. എവിടെ, കാലുമ മുറിൻ്റെ വെച്ച് കാലുമ തേമം ചെയ്യേണ്ടി അല്ല, പിൽവജി, മുഖത്തിലും വലതൈനി, രണ്ട് കൈകളിലും എന്നാണ് തേമം ചെയ്യേണ്ടത്. അനഫി വഖത്തി ഖുസ്ലിൽ ഉളുവിൽ ജരീഹ, മുറിവാക്കപ്പെട്ട ആ അവയവത്തെ കഴുകുന്ന സമയത്ത് രണ്ട് കൈകളിലും മുഖത്തിലും മുറിക്ക് വേണ്ടി അവൻ തേമം ചെയ്യണം. മനസ്സിലായോ? ഫൽ ജുനൂബു, വലിയ ശുദ്ധിക്കാരൻ തയമ്മമോ, അവനക്ക് തേമം ചെയ്യാം മത്താഷ, അവൻ ഉദ്ദേശിക്കുമ്പോൾ. ഇവിടെ തർത്തീബില്ല. ഇപ്പോൾ ഉളുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം മുഖം കഴുകി, രണ്ട് കൈ കഴുകി, അങ്ങനെയാണല്ലോ, തല തടവി, അങ്ങനെ തർത്തീബുണ്ട്. പക്ഷേ വലിയ ശുദ്ധിക്കാരൻ എന്തില്ല, തർത്തീബില്ല. ആദ്യം എന്ത് ചെയ്യുക, തേമം ചെയ്യാം, എന്നിട്ട് വെള്ളം ഒലിപ്പിക്കാം. അതേ വെള്ളം ഒലിപ്പിച്ചിട്ട് തേമം ചെയ്യാം, എന്തില്ല, തർത്തീബില്ലാത്തതുകൊണ്ട് ഉദ്ദേശിച്ച് എന്ത് ചെയ്യാം, പൊന്തിക്കാം. നവൽ മുഹദിസു, ചെറിയ ശുദ്ധിക്കാരൻ ലയന്തക്കിലവൻ നീങ്ങരുത്, അൻ ഉളുവിൻ, ഒരു അവയത്തെ തൊട്ട് നീങ്ങരുത്, ഹത്തായുക്കമ്മിലഹു, അതിനവൻ പൂർത്തിയാക്കുന്നത് വരെ. എങ്ങനെ പൂർത്തിയാക്കുക, വസ്ലൻ, കൈകളിനാലും, തേമോമത്തിനാലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കയ്യമ്മ ഒരു മുറിവുണ്ട്, കെട്ടില്ലാത്തൊരു മുറിവേ, അങ്ങനെയാണെങ്കിൽ പിന്നെ കൈ സ്വഹിയായ ഭാഗം കഴിക്കണം, എന്നിട്ട് തേമം ചെയ്യണം, എന്നിട്ട് തല തടവാവും. മനസ്സിലായോ? മുഖദ്ദിമൻ മാഷാഹു, അവൻ ഉദ്ദേശിനെ മുന്തിച്ചവനാ നിലയിൽ. അങ്ങനെ പറയുമ്പോൾ ആദ്യം അവനക്ക് ഇഷ്ട രൂപത്തിൽ ചെയ്യാം. ആദ്യം തേമം ചെയ്തിട്ട് സ്വഹിയായ ഭാഗം കഴിക്കാം, സ്വഹിയായ ഭാഗം കഴിയിട്ട് തേമം ചെയ്യാം. എന്തായാലും ഈ കയ്യമ മുറിവുള്ളവൻ ആദ്യം സ്വഹിയായ ഭാഗത്തെ കഴുകിയിട്ട്, അല്ലെങ്കിൽ എന്നിട്ട് അതിനുവേണ്ടി തേമം ചെയ്തിട്ട് പിന്നെ എന്താവൂ, തടവാവൂന്ന്. ഇനി ഫൈൻ ജുരിഹ ഉളുവാവൂ, അവൻ്റെ രണ്ട് അവയവം മുറിവാക്കപ്പെട്ടാൽ, രണ്ട് അവയവങ്ങൾ, ഒരാൾക്ക് കയ്യനും മുറിവുണ്ട്, ഡോക്ടർ പറഞ്ഞു തല തടവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തലമ വെള്ളം തട്ടിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രണ്ട് അവയവത്തെ മുറിവാക്കപ്പെട്ടാൽ ഫതയമ്മുമാനി, രണ്ട് തേമം ചെയ്യണം. വലയജിബു മസ്ഉൽ ജുറഹി, മുറിവിനെ തടവിൽ നിർബന്ധമില്ല ബിൽമായി, വെള്ളം കൊണ്ട് മുറിവിനെ തടവിൽ നിർബന്ധമല്ല. വെള്ളം ഇങ്ങനെ തട്ടിക്കാൻ, സാധാരണ വെള്ളം തട്ടിക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ തേമം ചെയ്യണത്. ഇവിടെ വെള്ളം കൊണ്ട് മുറിവ് തടവ് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. വൈലമെല്ലുറോഹു, അതിനവനെ ബുദ്ധിമുട്ടാക്കില്ലെങ്കിലും ശരി, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പൊയ്ക്കൊന്നുമില്ല, ചെറുങ്ങ തടവിയാൽ പോരെ, എന്നാലും കുഴപ്പമില്ല, അവന് ബുദ്ധിമുട്ടില്ലെങ്കിലും ശരി, തടവ് നിർബന്ധമില്ല. പൻകാനൽ ജുറുഹു അല്ല ഒതുവി തയമ്മി, തയമ്മിൻ്റെ അവയവത്തിൻ്റെ മേൽ മുറിവായാൽ മുഖത്താണ്, കയ്യമ്മയാണ്, പിന്നെ വജബ മസ്ഊഹ തുറാബി, മണ്ണ് കൊണ്ട് അതിനെ തടവിൽ നിർബന്ധമാകും. ഈ പറഞ്ഞതൊക്കെ കെട്ടില്ലാത്ത രൂപത്തിലാണ്, പച്ചക്ക് മുറിയില്ല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കെട്ടില്ലതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.